നമസ്കാരം, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ഇൻ മലയാളം. ഞാൻ അനന്യ. അപ്പോൾ ഇന്ന് ഞാൻ 2 പഴയ പ്ലാസ്റ്റിക് ബോട്ടിലും കൊണ്ട് ഇതുപോലത്തെ ടെമ്പററി സ്റ്റോറേജ് കണ്ടെയ്നറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ ഉപകരിക്കും. വളരെ സ്പേസ് കുറവാണ്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു സാധനമാണിത്. പെട്ടെന്ന് 2 പഴയ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഈ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനെന്താ, ഈ കുപ്പിക്കകത്ത് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്, ഓൾറെഡി ഒരു മാർക്കിംഗ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഹൈറ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, ഇതാ അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. ഈ കുപ്പിയുടെ അടിയിൽ വെക്കാനുള്ള ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്താലും മതി. രണ്ടിനകത്ത് ഏതെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ കാർഡ്ബോർഡാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തുകൊണ്ട് ഒരു വൈറ്റ്. എന്നാലും നമുക്ക് ഇതിൻ്റെ അറ്റം കണ്ടോ, കുറച്ച് ഷാർപ്പായിട്ടാണിരിക്കുന്നത്. നമുക്കിതൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണ്ടേ? അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും ഉള്ള അയൺ ബോക്സ് ആണ്. അത് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്മൂത്ത് ആയിക്കോളും. നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇനി അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉരുകി വരുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഷാർപ്പ് എഡ്ജ് മാറി ഒരു സ്മൂത്ത് എഡ്ജായി വരുന്നുണ്ട്. ഓരോരോ സൈഡും കറക്റ്റാക്കി വെക്കാം. ഇപ്പോൾ നമ്മളിത് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് സർക്കിളൊക്കെ വന്നിട്ടുണ്ട്. എഡ്ജൊക്കെ നല്ല സ്മൂത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്താണ് നമ്മൾ ഗ്ലൂഗൺ തേച്ച് കൊടുത്തിട്ട് ഒട്ടിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഗ്ലൂഗൺ അല്ലെങ്കിൽ ഫെവിക്വിക്കോ എന്താണ് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഗം വെച്ചാണ് ഒട്ടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ സാധാരണ ഉള്ള ഫെവിക്കോളൊന്നും വെച്ച് ഒട്ടിച്ച് ഇരിക്കത്തില്ല. അപ്പോൾ നമുക്കിനി അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂഗൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂഗൺ കുപ്പിക്കകത്ത് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ ഓർക്കേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം കട്ടി ഉള്ള കാർഡ്ബോർഡ് നിങ്ങൾക്ക് എടുക്കാവോ അത്രത്തോളം എടുക്കണം. കാരണം നമ്മളിത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ടെമ്പററി ആയിട്ട് ഇട്ട് വെക്കാനുള്ള ആണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് എത്രത്തോളം കട്ടിയാവോ അത്രത്തോളം കട്ടിയാക്കുക. അപ്പോൾ അതാണ്ട് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗമ്മ് നന്നായിട്ട് ഉറച്ചിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ബേസ് കറക്റ്റ് ആകത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പയറും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നിറച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉഴുന്നും പിന്നെ കുറച്ച് പയറും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ്ട് ഇതുപോലത്തെ എന്താ ഇതിന് പറയുക, ഒരു കുമ്പിൾ പോലെ സാധനം ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെയാണ് നമ്മളിത് ഇങ്ങനെ ഇടുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 കണ്ടെയ്നറിനകത്തും ഫുഡ് ഐറ്റംസ് നിറച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.